പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. രക്തതാഴ്ചയും ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ് ഗ്ലോറി ടു ഗോഡ് ഗ്ലോറി ടു ഗോഡ് ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. രക്തതാഴ്ചയും യേശുവിൻ്റെ രക്തതാഴ്ചയും യേശുവിൻ്റെ രക്തതാഴ്ചയും. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, വീണ്ടും FB പേജിലേക്ക് കടന്നു വരുവാൻ തക്കോണം കർത്താവ് സഹായിച്ചു. ഹല്ലേലൂയ. ഈ ഗ്രൂപ്പിലായിരിക്കുന്ന എല്ലാ അഡ്മിൻസിനും, അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ മറ്റ് മെമ്പേഴ്സ്, ദൈവദാസന്മാർ, ദൈവദാസിമാർ, സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് ഈ പ്രഭാതത്തിൽ ഓർക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ പ്രിയരെ, നമ്മുടെ പാറയും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന രക്ഷിതാവിൻ്റെ വരവ് അല്പം ഒന്ന് താമസിച്ചതുകൊണ്ട് ഇപ്രകാരം ഒരു നല്ല സന്ദർഭത്തെ കർത്താവ് നമുക്ക് ഒരുക്കി തന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ പ്രഭാതത്തിൽ ആരാധിക്കാം. ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മുടെ അരുമനാഥൻ്റെ വരവ് സമീപമായി നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ഓരോ നിമിഷങ്ങളും നമുക്ക് ലഭിക്കുന്ന വിലയേറിയ നിമിഷങ്ങൾ എല്ലാം കർത്താവിൻ്റെ വരവിനായി തന്നെ തീരട്ടെ. അതിനായി നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ കർത്താവ് വരാറായി പ്രിയരെ. ഹല്ലേലൂയ. മണവാളൻ വരാറായി. കാന്തയാകുന്ന നാം, മണവട്ടിയാകുന്ന നാം, സഭയാകുന്ന നാം ഓരോരുത്തരും ഒരുങ്ങി കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. വിശുദ്ധിയോടെ, വേർപാടോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിൽ കാണപ്പെടണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു ദിനമായി മാറട്ടെ ഇന്ന പ്രഭാതം. നാം ചെയ്യുന്ന എല്ലാ ജോലി മേഖലകളെയും കർത്താവ് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വലിയ ദൈവ പ്രവൃത്തിക്കായിട്ട് ദൈവകരങ്ങളെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് പ്രഭാതം എല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, വചന ധ്യാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു പ്രത്യാശ നിർഭരമായ ഒരു മലയാളം സോങ് നമുക്ക് പാടി ദൈവത്തെ ആരാധിക്കാം. ഒരു പഴയ ഗാനം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാമെങ്കിൽ ദൈവമക്കൾ, നിങ്ങൾ ഹല്ലേലൂയ ആയിരിക്കുന്ന സ്ഥാനത്തിരുന്നുകൊണ്ട് എന്നോടൊപ്പം ചേർന്ന് പാടുക. പ്രൈസ് ദി ലോർഡ്. ദൈവമായി കർത്താവ് എല്ലാവരെ അനുഗ്രഹിക്കട്ടെ. ആണ്ടവരും രക്ഷകരുമാകി യേശു ക്രിസ്തുവിന്റെ നികറ്റ നാമത്തിൽ അൻപിൻ വാഴ്ത്തുതലെ தெரிவித்துக் கொள்கிறேன். கர்த்தருக்குள் பிரியமானவர்களே, ஒரு புதிய நாளை தேவனாகிய கர்த்தர் தாமே நமக்கு கொடுத்திருக்கிறார். தேவனுக்கு நன்றி செலுத்தலாமா? ஹல்லேலூயா. எத்தனையோ பேர்கள் மரணப்பட்டு போனார்கள், எத்தனையோ பேர்கள் வியாதிஸ்தராக இருக்கிறார்கள். தேவனாகிய கர்த்தர் தாமே கண்ணின் கண்மணி போல நம்மளை பாதுகாத்து கொண்டார். ஹல்லேலூயா. தேவனுக்கு நன்றி செலுத்தலாமே. கர்த்தருடைய பிள்ளைகளே, உற்சாகத்தோட இன்று அதிகால வேளையில் தேவனுடைய முகத்தை நோக்கி பார்ப்போமா? முன்பே தேவனுடைய ராஜ்யத்தையும் நீதியும் தேடுங்கள், அதோடு உங்களுடைய எல்லாவற்றையும் கூடவே கொடுக்கப்படும் என்று ஆண்டவர் சொன்னார் அல்லவா? நிச்சயமாகவே அவர் சொன்னால் ஆகும். இயேசு கிறிஸ்துவானவர் நேற்றும் இன்றும் என்றும் மாறாதவராயிருக்கிறார். ஆம் கர்த்தருடைய பிள்ளைகளே, 2-3 பேர் எங்கிருந்தாலும் அவர் மத்தியே நான் உண்டு என்று ஆண்டவர் சொன்னார். ஹல்லேலூயா. அவர் சொன்னால் ஹல்லேலூயா நிச்சயமாகவே நடைபெறும். ஹல்லேலூயா. கர்த்தருடைய பிள்ளைகளே, அவருடைய ஒவ்வொரு வாக்கு தத்தங்களும் என்ன என்று அறிந்து கொண்டு இந்நாளுகளாக அவருடைய வருகைக்காக ஒவ்வொரு நிமிடமும் ஆயத்தமாயிருப்போமா? பிரைஸலோடு வாருங்கள், ஒன்று சேர்ந்த தேவனை மகிமைப்படுத்துவோம். கர்த்தர் நம்ம மத்திய வாசம் பண்ணி கொண்டிருக்கிறார். கர்த்தர் நம்ம மத்திய உலாவிக் கொண்டிருக்கிறார். ஹல்லேலூயா. அவரை வரவேற்பாமா? ஹல்லேலூயா. பிரைஸலோடு. நமக்கு யாவருக்கும் தெரிந்த ஒரு மலையாளம் பாடல் நம்ம பாட இருக்கிறோம். கர்த்தருடைய பிள்ளைகளை பாடி தேவனை மகிமைப்படுத்துவோம். பிரைஸ் தி லார்ட். ആ നല്ല നാളുകൾക്ക് ഞാനെന്നും ശുദ്ധിവൃത്തി കൃത്യമായി കാത്തിരിക്കുന്നു. ആ നല്ല നാളുകൾക്ക് ഞാനെന്നും ശുദ്ധിവൃത്തി കൃത്യമായി കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനെ കാണുവാൻ, മാർവിൽ ചാരുവാൻ ആർത്തിയോടെ എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനെ കാണുവാൻ, മാർവിൽ ചാരുവാൻ ആർത്തിയോടെ എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. പ്രത്യാശയോടിതാ കാത്തിരിക്കുന്നു. കർത്താവിനായി എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. പ്രത്യാശയോടിതാ കാത്തിരിക്കുന്നു. കർത്താവിനായി
എന്റെയുള്ളം കാത്തിരിക്കുന്നു. കാലത്തികവിങ്കൽ വാനമേഘത്തിൽ വാനദൂതർ മധ്യത്തിൽ നീ വന്നിടും നേരം. കാലത്തികവിങ്കൽ വാനമേഘത്തിൽ വാനദൂതർ മധ്യത്തിൽ നീ വന്നിടും നേരം. യേശുവിൻ കാന്തയാ സഭയെ ചേർത്തിടും. യേശുവിൻ കാന്തയാ സഭയെ തീർത്തിടും. സന്തോഷത്തോടെ പ്രിയനോട് കൂടെ വാഴുമേ. ഗ്ലോറി സന്തോഷത്തോടെ പ്രിയനോട് കൂടെ വാഴുമേ. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. എൻ്റെ പ്രിയനേ, എൻ്റെ യേശുവേ, നിൻ വരവിനായി ഞാനും കാത്തിരിക്കുന്നു. പ്രത്യാശയോടിതാ കാത്തിരിക്കുന്നു. കർത്താവിനായി എൻ്റെയുള്ളം കാത്തിരിക്കുന്നു. കർത്താവിനായി എൻ്റെയുള്ളം കാത്തിരിക്കുന്നു. കർത്താവിനായി എൻ്റെയുള്ളം കാത്തിരിക്കുന്നു. കർത്താവിനായി എൻ്റെയുള്ളം കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ മണവാളന്റെ വരവ് സമീപമായി നിൽക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം ഓരോരുത്തരും ഓരോ നിമിഷങ്ങളും കർത്താവിന്റെ വരവിനായി കാത്തിരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. പ്രത്യാശയോടെ ആ മണവാളന്റെ വരവ്, ആ മണവാളന്റെ കാഹളത്തിന്റെ ധ്വനി കേൾക്കും എന്നുള്ള ആ ശബ്ദത്തിന് വേണ്ടി പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ ഉണരണമേ. ഹല്ലേലൂയ. ദേശമേ ഉണരണമേ. എൻ്റെ അരുമനാഥന്റെ വരവ് സമീപമായി നിൽക്കുന്നു. ഹല്ലേലൂയ. കൈവിടപ്പെട്ടു പോകാതെ വണ്ണം, തള്ളപ്പെട്ടു പോകാതെ വണ്ണം ദൈവജനമേ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ എൻ്റെ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവെ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ എൻ്റെ ദൈവം ഒരുക്കി തന്ന നല്ല സന്ദർഭത്തിനായ സ്തോത്രം. എത്രയോ അനേകായിരങ്ങൾ മരിച്ച് മൺമറഞ്ഞ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അനേകർ തീരാ രോഗികളായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദേശത്തെ കർത്താവ് ഞങ്ങൾ ഇത്രത്തോളം കർത്താവ് കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച അങ്ങയുടെ വിധത്തിനായി, അങ്ങയുടെ കൃപയ്ക്കായി, അങ്ങയുടെ ദയവിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ആരുടെ പുണ്യ പ്രവൃത്തികളോ നീതി പ്രവൃത്തികളോ ഞങ്ങൾക്കൊന്നും പുകഴ്ചകളോ പറയുവാനില്ല. പിന്നെയോ എൻ്റെ കർത്താവ്, ഞങ്ങൾക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ തന്നതല്ലാതെ മറ്റൊന്നുമില്ല. ആകയാൽ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. വചന ധ്യാനത്തിലേക്ക് കിടക്കുവാൻ പോകുന്നു. കർത്താവെ, അങ്ങ് വാനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഓരോ വ്യക്തി ജീവിതങ്ങളോട് കർത്താവ് ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങ് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഓരോ വ്യക്തി ജീവിതങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപയും സാന്നിധ്യത്തിനാലും അവർ മുഴുകി ദൈവത്തെ ആരാധിക്കുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങൾ കേൾക്കാൻ പോകുന്ന ആത്മീക മന്ന, ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആത്മീക മന്ന ഞങ്ങളുടെ ജീവിതത്തെ ഏറ്റവും അധികം രൂപാന്തരപ്പെടുത്തുവാൻ എൻ്റെ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവർ ആരെയും സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹികളായി ഞങ്ങളെ കർത്താവ് കാത്ത് സൂക്ഷിച്ച് പരിപാലിച്ച ആ വിധങ്ങളെ ഓർത്ത് അങ്ങേ സ്തുതിക്കുന്ന കർത്താവ്, വചനം കേൾക്കുവാൻ അങ്ങനെ മക്കളെ കർത്താവ് ഒരുക്കിയാട്ടെ. കർത്താവിന്റെ സന്നിധിയിലേക്ക് അടിയനെ പൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ എല്ലാവരെയും കഴുകി അപ്പച്ചൻ മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകളാലും നിറച്ചാട്ടെ. സകലതും ഞങ്ങൾക്കായി ജീവനെ വെടിഞ്ഞ അരുമരക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ. ഇന്ന് വചന ധ്യാനത്തിലേക്ക് കിടക്കുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഒരു ചെറിയ വിഷയം, പ്രൈസ് ദി ലോർഡ്. ചെറിയ പ്രാർത്ഥനകൾ കൊണ്ട് വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം. ചെറിയ പ്രാർത്ഥനകളെ കൊണ്ട് വലിയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് ഷെയർ ചെയ്യുവാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ എല്ലാവരും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ നിങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു എങ്കിൽ ഇന്നത്തെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറും. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ ഇന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവജനമേ, ഇന്നത്തെ വചന ധ്യാനത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് വായിക്കുവാനുള്ളത് എഫെസ്യ ലേഖനം
3-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളെ നമുക്കിവിടെ വായിക്കാം. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങൾ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി പ്രൈസ് ദി ലോർഡ് ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് എഴുതിയതാണ് എഫെസ്യ ലേഖനം. നമുക്കെല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. AD 60 എഫെസ്യ ലേഖനം എഴുതപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 154 വാക്യങ്ങൾ അടങ്ങുന്നതാണ് ഈ എഫെസ്യ ലേഖനം. 6 അധ്യായമാണ് ഇതിനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇതില് നാം ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം ഇവിടെ പരാമർശിച്ചിരിക്കുന്നു എന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ദൈവിക ശക്തിയെക്കുറിച്ച് മുഴുക്കെ ഈ അധ്യായങ്ങളിൽ കാണപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് പലപ്പോഴും നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു വിഷയമാണ്. ഹല്ലേലൂയ. നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് നാം കർത്താവിനോട് നാം ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? അടുത്ത നിമിഷം തന്നെ മറുപടിക്ക് വേണ്ടി നാം പ്രതീക്ഷിക്കും. പ്രിയ ദൈവജനമേ, മറുപടി നമുക്ക് ലേറ്റ് ആകുമ്പോൾ നാം ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, കർത്താവിന്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നില്ല എന്ന് ചിന്തിക്കുന്നവരാണ് ഇന്നൊക്കെ പലരും. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഒരു കാര്യം നിങ്ങളോട് ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് പറയുവാനുള്ളത് എന്താണെന്നറിയാമോ? പ്രിയരെ, നമ്മുടെ ചെറിയ പ്രാർത്ഥനകൾ പോലും ദൈവം ശ്രദ്ധിക്കുന്നു, മറിച്ച് അവഗണിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചെറിയ പ്രാർത്ഥനകൾ പോലും ദൈവം ശ്രദ്ധിക്കുന്നു, മറിച്ച് അവഗണിക്കുന്നില്ല. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയുന്നു? വിശ്വസിക്കുന്ന ദൈവമക്കൾ ചേർന്നൊരാമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഈ പ്രഭാത വേളയിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഏത് വിഷയത്തിന് വേണ്ടി കരയുന്നുവോ, ഏത് വിഷയത്തിന്റെ മുൻപിൽ നമ്മൾ വ്യാകുലപ്പെടുന്നുവോ, എന്റെ കർത്താവ് അത് തരുവാൻ മതിയായവനാ. നമ്മുടെ ദൈവം നമ്മുടെ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുന്ന ദൈവമാ. ആകയാൽ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ഇത് ഏറ്റെടുക്കുക ദൈവമക്കളെ. നമുക്ക് അതിന് നിങ്ങളുടെ ചിന്തയിലേക്ക് പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു വാക്യമാണ്. ഞാനിവിടെ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ് എന്ന് പറയും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ വേദഭാഗത്തിന്റെ ചരിത്ര പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. പല ആവർത്തികൾ നാം വായിച്ചിട്ടുള്ളതാണ്. ദൈവമക്കളെ, ഒരു മനുഷ്യന് 2 മക്കൾ. അതിൽ ഇളയ മകൻ അപ്പനോട് ചോദിക്കുക, അപ്പാ എനിക്ക് വരുവാനുള്ള, എനിക്ക് നൽകുവാനുള്ള, അല്ലെങ്കിൽ എനിക്ക് ലഭിക്കുവാനുള്ള ഷെയർ എനിക്ക് തരണമെന്ന് പറഞ്ഞ് അപ്പനെ നിർബന്ധിച്ച് അപ്പനിൽ നിന്ന് ഷെയറെല്ലാം വാങ്ങിക്കൊണ്ട് ഈ മകൻ പരദേശത്തേക്ക് പോകുക. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, എന്താ സംഭവിച്ചെന്നറിയാമോ? അവിടെ ചെന്ന ദൈവഹിതമല്ലാത്ത ചില കൂട്ടുകെട്ടുകൾ തനിക്കുണ്ടായി. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവിടെ ചെന്നതിന് ശേഷമായി ഈ മകൻ അല്ലെങ്കിൽ ഈ കൂട്ടുകെട്ടിൻ മൂലമായി തന്റെ കൈവശം ഉണ്ടായിരുന്ന എല്ലാ സാമ്പത്തിക നന്മകളും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സപ്പോർട്ടുകൾ മുഴുവൻ നശിപ്പിച്ച് തന്റെ കൈവശം ഒരു 10 പൈസ പോലും ഇല്ലാത്തൊരവസ്ഥയിൽ താൻ ആയിത്തീരുന്നത് കാണുവാൻ കഴിയുന്നു. ദൈവജനമേ, ഹല്ലേലൂയ. എന്തിനേറെ പറയണം, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ താൻ വിഷമിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. ഈ സമയം താൻ ചിന്തിച്ചു, അവിടെ ധനികനായ ഒരു മനുഷ്യനെ കണ്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി ചോദിക്കണം എന്ന് താൻ ചിന്തിച്ചുകൊണ്ട് ആ ധനികനായ മനുഷ്യന്റെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ധനികൻ പറയുകയാ, എനിക്ക് ജോലിയൊന്നുമില്ല, പിന്നെ പന്നികളെ മേയ്ക്കുവാനുള്ള ഒരു ജോലി മാത്രം ബാക്കിയുണ്ട്, അത് ചെയ്യാമോ എന്ന് ചോദിക്കുന്നു. ഇവൻ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? പന്നിക്ക് ലഭിക്കുന്ന തവിടെങ്കിലും ലഭിച്ചാൽ എന്റെ വയർ നിറയ്ക്കുവാൻ കഴിയും എന്ന് വിചാരിച്ച് താൻ ആ ജോലിയിൽ ഏർപ്പെടുകയാ. എന്നാൽ താൻ അവിടെ ചെന്ന് കണ്ടപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? പ്രിയരെ, ആ തവിട് പോലും തനിക്ക് ലഭിക്കാതെയായി. പ്രൈസ് ദി ലോർഡ്. ഈ സമയം പ്രൈസ് ദി ലോർഡ്, ദൈവജനമേ, അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സുബോധം വന്നിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇങ്ങനെയാണ് പറയുന്നത്, സുബോധം വന്നിട്ട്. ദൈവജനമേ, ഈ മനുഷ്യൻ അവിടെ വന്നപ്പോൾ തനിക്ക് സുബോധമുണ്ടായി എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. സുബോധം വന്നപ്പോൾ താൻ എന്ത് ചിന്തിച്ചോ? തന്റെ അപ്പനെ കുറിച്ച് ചിന്തിച്ചോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്റെ അപ്പനെ കുറിച്ച് ചിന്തിച്ചത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഓ, എന്റെ അപ്പന്റെ കൂലിക്കാരിൽ ഒരുവനായിട്ടെങ്കിലും, പ്രൈസ് ദി ലോർഡ്, അപ്പന്റെ കൂലിക്കാരിൽ ഒരുവനായിട്ടെങ്കിലും
നിന്നാൽ മതിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അപ്പന്റെ കൂലിക്കാരിൽ ഒരുവനായിട്ടെങ്കിലും നിന്നാൽ അവിടെ ധാരാളം പേർ പ്രൈസ് ദി ലോർഡ് ജോലി ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഭക്ഷിച്ചത് മിച്ചമാകുന്നത് അവൻ കാണുന്നതാ. എങ്ങനെയെങ്കിലും അപ്പന്റെ അരികിലേക്ക് മടങ്ങി പോകണം. അവൻ ചിന്തിച്ചത് അപ്പന്റെ അരികിലേക്ക് മടങ്ങി പോകണം. ദൈവജനമേ, എന്നിട്ട് അവനോട് നല്ല തീരുമാനമെടുത്തു, ഉറച്ച തീരുമാനമെടുത്തു. എന്താണെന്നറിയാമോ? അപ്പനോട് പോയി പറയും, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു അപ്പാ, ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ലപ്പാ എന്ന് പറയും എന്ന് പ്രിയരെ താൻ ഉറച്ച് തീരുമാനിച്ചുകൊണ്ട് താൻ കടന്നു പോവുകയാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, കടന്നു പോകാനായിട്ട് താൻ തീരുമാനിച്ചു. അങ്ങനെ ഹല്ലേലൂയ താൻ ഒരു നല്ല തീരുമാനത്തിൽ എത്തിയിരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ മകൻ ആ വീട് വിട്ട് കടന്നു പോയതിനു ശേഷം ആ അപ്പൻ വളരെ ഭംഗിയായി സന്തോഷത്തോടെ നല്ല ഭക്ഷണമൊക്കെ ഭക്ഷിച്ച് കിടന്നുറങ്ങിയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പ്രിയരെ, അന്ന് മുതൽ ഈ അപ്പൻ നെടുവീർപ്പെട്ടും ദുഃഖിതനായി, എൻ്റെ മകൻ നഷ്ടപ്പെട്ടു, എൻ്റെ മകൻ ഇനി തിരികെ വരുമോ, എൻ്റെ മകനെ എനിക്ക് ലഭിക്കുമോ എന്നുള്ള ആതങ്കത്തോടെ താൻ വേദനയോടെ കഴിഞ്ഞുകൂടുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവജനമേ, അങ്ങനെ ഹല്ലേലൂയ താൻ ചിന്താകുലനായി കഴിഞ്ഞുകൂടുകയായിരുന്നു. താൻ എന്നും തന്റെ ആ കൊട്ടാരത്തിന്റെ കിളിവാതിലൂടെ ഗേറ്റിലേക്ക് നോക്കും. ഗേറ്റിങ്കിൽ നോക്കുന്ന എന്താണെന്നറിയാമോ? ഓ, എൻ്റെ മകൻ വരുന്നുണ്ടോ, എൻ്റെ മകനെ കാണുവാൻ കഴിയുമോ, എത്രയോ മനുഷ്യർ പോകുന്നു, എൻ്റെ മകനായിരിക്കുമോ, എൻ്റെ മകനെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ താൻ ചിന്തിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു സുപ്രഭാതത്തിൽ ഗേറ്റിംഗിലേക്ക് നോക്കുമ്പോൾ ഓ, വികൃതനായി താടിയെല്ലാം വളർത്തി, അത് നമ്മുടെ ഭാവനയാ. പ്രൈസ് ദി ലോർഡ്, മുഷിഞ്ഞ വസ്ത്രത്തോടെ ഒരു മകൻ നിൽക്കുന്നു. താൻ ഉറ്റുനോക്കി, പിതാവ് നോക്കിയപ്പോൾ തന്റെ മകനെ പോലെ ഇരിക്കുന്നു. ആ പിതാവ് സൂക്ഷിച്ചു നോക്കി. എന്നിട്ടുകൂടെ ഹല്ലേലൂയ പിതാവിന് മനസ്സിലായി, എന്റെ നഷ്ടപ്പെട്ട മകൻ എന്നെ കാണുവാൻ വന്നിരിക്കുന്നു എന്ന്. നോക്കണമേ ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ മകൻ ഗേറ്റിംഗിൽ നിൽക്കുക. അപ്പൻ അവിടെ ഓടി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഓടി വന്നു. പ്രൈസ് ദി ലോർഡ്, ദൈവജനമേ, അപ്പൻ എന്താ ചെയ്യുന്നറിയാമോ? ഓടി വന്ന് മകന്റെ തോളിന്മേൽ, കഴുത്തിന്മേൽ അപ്പൻ കെട്ടിപ്പിടിച്ചിട്ട് അവനെ ചുംബിച്ചു എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. അവനെ ചുംബിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഈ സമയം മകൻ അപ്പനോട് പറഞ്ഞെന്താണെന്നറിയാമോ? അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു അപ്പാ, ഇനി അങ്ങയുടെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ലപ്പാ എന്ന് ഈ മകൻ പറയുക. ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്, എങ്ങനെയുണ്ടാവും പെറ്റ് അല്ലെങ്കിൽ വളർത്തി തന്റെ മകൻ ഹല്ലേലൂയ ഇങ്ങനെ ഒരു മകൻ പറയുമ്പോൾ ആ അപ്പന്റെ ഹൃദയം എത്രമാത്രം തുടിച്ചിരിക്കും എന്ന് ഞാൻ വിചാരിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യോഗ്യനല്ല അപ്പന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ, അപ്പന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുമ്പോൾ പ്രിയരെ, അപ്പന്റെ ഭാവം എന്താണെന്ന് അറിയാമോ? അപ്പൻ എന്താ ചെയ്തെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൻ തന്റെ ദാസന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ ഹല്ലേലൂയ, ഇവന് വേഗം മേൽത്തരമായി അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ കൈക്ക് മോതിരം, കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പീൻ. ഹല്ലേലൂയ. നാം തിന്ന് ആനന്ദിക്ക. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. ഈ അപ്പന്റെ മകൻ നഷ്ടപ്പെട്ട മകനായിരുന്നു. എന്നാൽ താൻ ജീവിച്ചു, താൻ തിരികെ വന്നു. താൻ ജീവനോടെ വന്നപ്പോൾ അപ്പന്റെ സന്തോഷത്തിന് അളവില്ല. അപ്പൻ എന്താ ചെയ്തത്? അവന് നല്ല അങ്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വില മതിപ്പുള്ള അങ്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൈക്ക് മോതിരമിട്ടു. അവന്റെ കാലിന് വില മതിപ്പുള്ള ചെരുപ്പുകൾ അണിയിച്ചു. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അവന് കാളക്കുട്ടിയെ, തടിച്ച കാളക്കുട്ടിയെ എടുത്തറുത്ത് അവന് വേണ്ടി പ്രൈസ് ദി ലോർഡ് വലിയ സദ്യ കഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചുരുക്കി പറയട്ടെ ദൈവമക്കളെ, ഈ ലോകത്തിലെ അപ്പന്റെ സന്തോഷം ഇതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ കാണാതെ പോയ മകനെ കിട്ടിയപ്പോൾ, ഹല്ലേലൂയ, കണ്ടു കിട്ടിയപ്പോഴുള്ള ആ വലിയ സന്തോഷത്തിലാണ് ഇപ്പോൾ അപ്പനായിരിക്കുന്നത്. ദൈവജനമേ, പ്രൈസ് ദി ലോർഡ്. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിതരെ, ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാൽവരിയുടെ ഉന്നതങ്ങളിൽ കൈകാലുകളെ വിരിച്ചവൻ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. പ്രിയരെ, നിങ്ങളും ഞാനും നഷ്ടപ്പെടുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ലോകത്തിലുള്ള ജനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, നമുക്ക് വേണ്ടി നെടുവേർപ്പെടുന്ന, നമുക്ക് വേണ്ടി വേദനപ്പെടുന്ന, ഓ എന്റെ മകൻ എന്നെ തേടി വരുമോ, എനിക്ക് വേണ്ടി അവൻ വരുമോ, എന്നെ സ്തുതിക്കുമോ, എന്നെ ആരാധിക്കുമോ, എന്റെ വഴിയിലൂടെ അവൻ കടന്നു വരുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഹല്ലേലൂയ പ്രയാസപ്പെടുന്ന, നമുക്ക് വേണ്ടി നെടുവേർപ്പെടുന്ന, നമുക്ക് വേണ്ടി ദുഃഖിക്കുന്ന ഒരപ്പൻ നമുക്കുണ്ട് പ്രിയരെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഗ്ലോറി, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താവ് ഈ ലോകത്തിൽ വന്നു. പ്രിയരെ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ അപ്പൻ
ഇത്രമാത്രം ആ മകന് വേണ്ടി ചെയ്യുമെങ്കിൽ നിശ്ചയമായും നമ്മെ കരം പിടിച്ചുയർത്തുന്ന, മാർവോട് ചേർത്തണയ്ക്കുന്ന ഒരപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. ആ അപ്പന്റെ അരികിലേക്ക് നമുക്കൊന്ന് പോകാം പ്രിയപ്പെട്ടവരെ. ആ അപ്പന്റെ വഴികളിലൂടെ സഞ്ചരിക്കാം അല്ലേ പ്രിയരെ? സ്നേഹിതരെ, എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ അപ്പൻ നമ്മെ ഒരുപാട് സ്നേഹിക്കുന്ന അപ്പനാ. ഒരിക്കലും നമ്മളെ കൈവിടുന്ന ഒരു അപ്പനല്ല. ആ അപ്പന്റെ വഴികളിലൂടെ വേണം നാം കടന്നു പോകുവാൻ. അപ്പന്റെ മുഖത്തേക്ക് വേണം നമുക്ക് നോക്കുവാൻ. ദുഃഖങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ നമുക്ക് വരുമ്പോൾ നാം നിരാശപ്പെടരുത്. അപ്പൻ നമ്മോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ അപ്പന്റെ വഴികളിലൂടെ നാം സഞ്ചരിക്കേണ്ടത്. പ്രിയരെ, സമയം വളരെ നമുക്ക് കുറവായതുകൊണ്ട് ഒരു കാര്യം കൂടെ, ഒരു വേദഭാഗം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 11-ന്റെ 5-6 വാക്യങ്ങളിലേക്ക് നമുക്കൊന്ന് വരാം. 1 മുതൽ 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ തന്നെ. അത് തന്നെ. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്ന് അവന് വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ എതും ഇല്ല എന്ന് അവനോട് പറഞ്ഞാൽ എന്നെ പ്രയാസപ്പെടുത്തരുത്. കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയില്ല എന്ന് അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക് നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇവിടെ ഈ വായിച്ച വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന, ഒരു സ്നേഹിതൻ യാത്ര ചെയ്യുമ്പോൾ വഴിയാത്രയിൽ സന്ധ്യ ആയപ്പോൾ അവൻ അവന്റെ മറ്റൊരു സ്നേഹിതന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുക. എന്നാൽ ആ സ്നേഹിതന്റെ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ആ ഭവനത്തിലായിരുന്ന സ്നേഹിതൻ തന്നെ പോഷിപ്പിക്കുവാൻ, തനിക്ക് ആഹാരത്തിന് വേണ്ടി ഒന്നും ഇല്ല എന്ന് കണ്ടുകൊണ്ട് തൊട്ടടുത്തുള്ള അയൽവാസിയായിരിക്കുന്ന സ്നേഹിതൻ ഭവനത്തിൽ ചെന്ന് മുട്ടിക്കൊണ്ടിരുന്നു. കഥകൾ മുട്ടുമ്പോൾ ഈ ഉറങ്ങാൻ കിടന്ന ആ സ്നേഹിതൻ, ആ ഭവനത്തിലായിരുന്ന സ്നേഹിതൻ ചില മറുപടികൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവൻ ആദ്യം പറഞ്ഞത്, എന്നെ പ്രയാസപ്പെടുത്തരുത്. നോക്കണം, പ്രൈസ് ദി ലോർഡ്, എന്നെ പ്രയാസപ്പെടുത്തരുത് എന്ന് പറഞ്ഞു. രണ്ടാമത് പറയുന്നത്, കഥ അടച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു എന്നാണ്. പ്രൈസ് ദി ലോർഡ്. പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു. എന്റെ സ്നേഹിത, ദയവ് ചെയ്ത് എന്നെ പ്രയാസപ്പെടുത്തരുത്, എന്നെ ബുദ്ധിമുട്ടിപ്പിക്കരുത്, നിങ്ങൾ കടന്നു പോകണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് പറയുന്ന, പൈതങ്ങൾ എന്നോട് കൂടെ കിടക്കുന്നു എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത് പറയുന്നത്, കഥ കടച്ചിരിക്കുകയാണ്, തുറക്കാൻ പറ്റുന്നില്ല എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, എന്നാൽ ഈ മനുഷ്യൻ, ഈ സ്നേഹിതൻ വെളിയിൽ നിന്നുകൊണ്ട് മുട്ടിക്കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ഇവൻ എഴുന്നേറ്റ് വരുവോളം മുട്ടിക്കൊണ്ടേയിരുന്നു എന്നാണ് വചനത്തിൽ വായിക്കുന്നത്. ദൈവജനമേ, അവസാനം ഈ ഉറങ്ങുവാൻ കിടന്ന സ്നേഹിതൻ ചിന്തിച്ചു, ഓ, എന്റെ സ്നേഹിതന് എന്നെ വിട്ട വേറെ ആരാ ഉള്ളത്? ഇല്ല, നിശ്ചയമായും എഴുന്നേറ്റ് പോയി അവന് വേണ്ടുന്നിടത്തോളം അപ്പം കൊടുക്കണം എന്ന് വിചാരിച്ച്, ഹല്ലേലൂയ, ദൈവജനമേ, താൻ കടന്നു വരികയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവജനമേ, അവൻ ചോദിക്കുന്നത് 3 അപ്പമാണ് കടം ചോദിക്കുന്നത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ഈ എഴുന്നേറ്റ് വന്ന ഇവൻ എത്ര അപ്പം കൊടുത്തറിയോ? അവന് വേണ്ടുവോളം കൊടുത്തു എന്നാണ് പ്രൈസ് ദി ലോർഡ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ. വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. അവൻ ചോദിച്ചത് 3 അപ്പം, എന്നാൽ അവനക്ക് ലഭിച്ചതും വേണ്ടുന്നിടത്തോളം. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ എന്താ പറയുന്നത്? എന്താണ് ഇതിന്റെ ആത്മീയ അർത്ഥം എന്ന് പറഞ്ഞാൽ, ദൈവജനമേ, നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങളെ വേർതിരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുവോളം നാം കാത്തിരിക്കണം. കഥകൾ മുട്ടിക്കൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. അന്വേഷിക്കുവിൻ, കണ്ടെത്തും എന്നാണ്. അന്വേഷിക്കുവിൻ, കണ്ടെത്തും. യാചിക്കുന്ന ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആകയാൽ പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയങ്ങളെ വേർതിരിക്കുമ്പോൾ നിശ്ചയമായും നാം ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധി വിട്ട് പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുമ്പോഴും നാം കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്താണ് വചനം പറഞ്ഞത്? ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി വഴി നടത്തുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, അതിനു മുമ്പ് നാം ചിന്തിച്ചത്, കൂലിക്കാരനായിട്ട് വരുവാൻ വന്ന മകനെ അപ്പന്റെ അവകാശമുള്ള മകനാക്കി മാറ്റി തീർത്തു. അതാണ് ദൈവസ്നേഹം. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മെ വഴി നടത്തുന്ന ഒരു ദൈവം. ഇവിടെ 3 അപ്പം കടം ചോദിച്ചവന് പ്രൈസ് ദി ലോർഡ് എന്താണ് സാധിച്ചത്? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, വേണ്ടുന്നിടത്തോളം കൊടുത്തു. ഹല്ലേലൂയ. വേണ്ടുന്നിടത്തോളം ലഭിച്ചു എന്നാണ്. അവൻ വെറും 3 അപ്പത്തിനാണ് വന്നത്. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ദൈവജനമേ,
ഹല്ലേലൂയ ഹല്ലേലൂയ. അവിടെ ലഭിച്ചത് വേണ്ടുന്നിടത്തോളം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തം പരമായി വഴി നടത്തുന്ന ഒരു സർവശക്തൻ നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്ന ഒരു വ്യക്തി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ, ഓ എന്റെ മകന്റെ വിഷയത്തിൽ ഞാൻ ഭാരപ്പെടുന്നു, എന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ ഞാൻ ഭാരപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എന്റെ മകൻ ഇതുവരെ വിവാഹിതനല്ലല്ലോ, എന്റെ മകൾക്കൊരു നല്ല ജോലി ലഭിച്ചില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് വേദനയോടെ ദുഃഖത്തോടെ ഭാരത്തോടു കൂടെ ആയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ദൈവം നമ്മെ വഴി നടത്തുവാൻ സർവശക്തനാണ്. ആ ദൈവത്തിന്റെ മുൻപിലാണ് നിങ്ങളും ഞാനും ആയിരിക്കുന്നത്. എന്തിന് അധൈര്യപ്പെടണം? മൂന്നാമതായിട്ട് മറ്റൊരു വേദഭാഗം കൂടെ വായിച്ചു പെട്ടെന്ന് തന്നെ ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ദൈവങ്ങളെ, അപ്പോസ്തല പ്രവൃത്തികൾ 3:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി 3:1-5 വരെയുള്ള വാക്യങ്ങളെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുന്നു. ഒരിക്കൽ പത്രോസ് യോഹന്നാനും 9 മണി നേരം പ്രാർത്ഥന സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനംപ്രതി ഇരുത്തുമാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇവിടെ പത്രോസും യോഹന്നാനും പ്രൈസ് ദി ലോർഡ് ആലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആലയത്തിന്റെ എൻട്രൻസിലായിട്ട് ഒരുവനെ ഇരുത്തിയിരിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവരെ ഭിക്ഷയാചിക്കേണ്ടതിന് വേണ്ടി അവനെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ പത്രോസിന്റെയും യോഹന്നാന്റെയും ശ്രദ്ധയിൽ അവൻ പെടുന്നതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവർ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് യോഹന്നാനോടുകൂടി അവനെ ഉറ്റുനോക്കി. ഇവിടെ 2 നോട്ടം നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായിട്ട് പത്രോസ് യോഹന്നാനും അവനെ ഉറ്റുനോക്കി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉറ്റുനോക്കിയതിന് ഒരു അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ഇയാൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇരുന്ന ഈ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ഇരുന്ന് ഭിക്ഷയാചിച്ചവൻ അവനെ സൂക്ഷിച്ചു നോക്കി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഈ 2 നോട്ടത്തിനും 2 അർത്ഥമാണ്. ദൈവമക്കളെ, ഉറ്റുനോക്കി എന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് എന്താണെന്നറിയാമോ? അവർ ഉറ്റുനോക്കിയതിനൊരു അർത്ഥമുണ്ട്. ഇവൻ ഏതെങ്കിലും രോഗത്താൽ ബാധിതനാണോ, ഇവന് സൗഖ്യം ആവശ്യമാണോ എന്നാണ് പ്രിയപ്പെട്ടവരെ അവർ നോക്കിയതിന്റെ അർത്ഥം. ഹല്ലേലൂയ. എന്നാൽ ദൈവജനമേ, ഈ ഭിക്ഷക്കാരൻ നോക്കിയതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവൻ സൂക്ഷിച്ചു നോക്കിയത് അവന്റെ കയ്യിൽ എന്തെങ്കിലും, അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമോ എന്നാണ് അവർ നോക്കിയത്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, അതാണ് ഈ 2 നോട്ടത്തിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഹല്ലേലൂയ, പത്രോസും യോഹന്നാനും എന്താ ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ, അവർ പറയാണ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നാസറനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക. പ്രൈസ് ദി ലോർഡ്. വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങൾക്ക് തരുവാനില്ല, പിന്നെ ഞങ്ങൾക്ക് തരുവാൻ ഒന്നുണ്ട്, ഒന്നേ ഒന്ന്, നാസറനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞു. അവനെ വലം കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. പ്രിയരെ, ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. ഹല്ലേലൂയ. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ തുള്ളി നോക്കി, നടന്നു നോക്കി, അവൻ ഓടി നോക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഇങ്ങനെ ആ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ എന്താണ് ചെയ്യുന്നറിയാമോ? ഹല്ലേലൂയ. അവൻ ദൈവത്തെ സ്തുതിച്ചും പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടി ദൈവാലയത്തിലേക്ക് കടന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ അനുഗ്രഹം പ്രാപിച്ച ഈ മുടന്തൻ എന്താ ചെയ്യുന്നറിയാമോ? അവൻ അനുഗ്രഹം പ്രാപിച്ചപ്പോൾ അവൻ നേരെ ആലയത്തിനുള്ളിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ആലയത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എത്ര പേർ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആ സ്നേഹിതരെ, ദൈവം നിങ്ങൾക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു നന്മവശമുണ്ടെങ്കിൽ അതെ നിങ്ങൾ മറന്നു പോകരുത്. സ്നേഹിത, ദൈവത്തിന് നന്ദി പറയുവാൻ നാം മറന്നു പോകരുത്. ഇന്നേക്ക് അനേകരുടെ ജീവിതത്തിൽ അങ്ങനെയാ. കർത്താവ് നൽകുന്നവരെയും കർത്താവിനോട് കെഞ്ചും, കർത്താവിനോട് നിലവിളിക്കും, കർത്താവിനോട് കരയും. കർത്താവ്, എനിക്ക് അങ്ങനെ വേണം, എനിക്ക് ഇങ്ങനെ വേണം എന്നിങ്ങനെ ദൈവത്തോട് ഓരോ നിമിഷങ്ങളും ദൈവത്തെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കും. കർത്താവ് വഴികളെ തുറക്കും, കർത്താവ് പ്രാർത്ഥന കേൾക്കും, കർത്താവ് മറുപടി തരും. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? പിന്നെ കർത്താവിന് നന്ദി പറയുന്ന കാര്യം പറയുമ്പോൾ മറന്നുപോകും. ഞാനിത് പറയുമ്പോൾ ഞാൻ വളരെ എനിക്ക് എന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമക്കളെ, കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരന് വേണ്ടി ഞങ്ങൾ ഒരു വലിയ ഒരു തുക ഞങ്ങൾ ചെയ്തു. അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ സാമ്പത്തികമായിട്ട് ഞങ്ങൾ ചെയ്ത ഒരു വലിയ ഒരു നന്മയാണ്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ പലരും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ തന്നെയാണ്. എന്നാൽ ആ ബുദ്ധിമുട്ടിന്റെ നടുവിൽ ഞങ്ങൾ ഹല്ലേലൂയ സാമ്പത്തിക ഇടപാടുകൾ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ ആ ഒരു വ്യക്തിയുടെ കഷ്ടനേരത്തിൽ ഞങ്ങൾ സഹായിച്ചു. പക്ഷേ ദൈവമക്കളെ, ഇന്ന് അവർ സന്തോഷത്തോടു കൂടി കഴിയുക. എൻ്റെ കർത്താവിനെ നന്ദി പറയുവാൻ അവർ മറന്നുപോയി. എൻ്റെ ഹൃദയത്തിന് ആഴത്തിൽ ഒരുപാട് വേദനയുണ്ടായി. കാരണം എന്താണെന്നറിയാം? ഓരോരുത്തരോടും ഞങ്ങൾ നിലവിളിച്ചും കെഞ്ചിയും ഒക്കെയാണ് ആ പണം ഞങ്ങൾ അവർക്ക് കൊടുക്കാനിടയായത്. പ്രൈസ് ദി ലോർഡ്. കൊടുത്തിട്ട് പറയുകയല്ല, പക്ഷേ
പക്ഷേ എന്നെ ഇന്ന് വരെയും, ഇന്ന് പ്രഭാതത്തിൽ വരെയും ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. അവർ സാക്ഷി പറയാൻ അവർ മറന്നു. പക്ഷെ അവരുടെ ഗ്രൂപ്പുകളൊക്കെ വളരെ വളരെ ആക്റ്റീവാണ്. അവരുടെ ഗ്രൂപ്പുകളിൽ അവർ ഇന്നും പ്രസംഗിക്കുന്നു, പാടുന്നു, എല്ലാം ചെയ്യുന്നു. പക്ഷേ ഒരു സംബന്ധവും ഇല്ലാത്ത ഞങ്ങൾ അത് ചെയ്തതാണ്. ദൈവമക്കളെ, ഇങ്ങനെ ആവരുത്. ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി നാം എന്തെങ്കിലും ചെയ്താൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി കർത്താവിനെ നമ്മൾ മഹത്വപ്പെടുത്തണം. ഇല്ല എങ്കിൽ ഹല്ലേലൂയ, അത് വളരെ കഷ്ടകരമാണ് എന്ന് മാത്രം ഞാൻ പറഞ്ഞ ഭാഗം ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവമക്കളെ, ദൈവജനമേ, ഇവിടെ മുടന്തൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, മുടന്തൻ ഇവിടെ അനുഗ്രഹം പ്രാപിച്ചപ്പോൾ താൻ ദൈവത്തെ സ്തുതിച്ചു, ദൈവത്തെ പാടി, ദൈവത്തെ മഹത്വപ്പെടുത്തി താൻ ആലയത്തിലേക്ക് കടന്നുപോയി എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹിത, ഹല്ലേലൂയ, ആലയത്തിന്റെ പുറത്ത് അനേകം മുടന്തന്മാർ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. എത്ര പേർ ഉണരുവാൻ കഴിയുന്നു? സൗഖ്യമില്ലാത്തവർ ധാരാളം മുടന്തന്മാർ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന പല മുടന്തന്മാരെ കാണുവാൻ കഴിയുന്നു. പലതരത്തിലും പ്രൈസ് ദി ലോർഡ് ചിന്തിച്ച് നോക്കിയാൽ ആലയത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരു യോഗ്യതയും കാണുവാനില്ല. ജീവിതത്തിൽ പാപവും ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങളെ ചെയ്യുന്ന അനേകരെ കാണുവാൻ കഴിയുന്നു. പക്ഷേ അവരൊക്കെ നല്ലവരാ. ആമേൻ, ഹല്ലേലൂയ. മനുഷ്യന്റെ നോട്ടത്തിൽ അവർ നല്ലവരായിട്ട് ജീവിക്കുക. പക്ഷെ എന്താ സംഭവിച്ചെന്നറിയാമോ? ഒരു ആലയത്തിന് പുറത്ത് അവർക്കറിയില്ല അവരെ ബാധിച്ചിരിക്കുന്ന പല മുടന്തുകളുണ്ട്. ജീവിതത്തിന്റെ ഏതെങ്കിലും തുറകളിൽ ഹല്ലേലൂയ മുടന്ത് ബാധിച്ചവരായി എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നവെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവജനമേ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? മുടന്തന് സൗഖ്യം കൊടുത്ത ദൈവം, മുടന്തന് ഹല്ലേലൂയ അത്ഭുതം ചെയ്ത ദൈവം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മുടന്തുകളെ മാറ്റുവാൻ, പ്രൈസ് ദി ലോർഡ്, അനുഗ്രഹങ്ങളെ തരുവാൻ കർത്താവ് മതിയായവനാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവജനമേ, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് അടുത്ത് വരാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഞാൻ അവിടെ എന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വായിച്ച വേദഭാഗത്തേക്കൊന്ന് മടങ്ങി വരാം. വേഗത്തിൽ മടങ്ങി വന്ന് അവസാനിപ്പിച്ചു കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അപ്പന്റെ ഷെയറുകളെല്ലാം വാങ്ങി, അവകാശം വാങ്ങി, ഹല്ലേലൂയ, പരദേശത്തേക്ക് പോയി നഷ്ടപ്പെടുത്തി കടന്നു വന്ന മകൻ ചിന്തിച്ചത് എന്താ? അപ്പന്റെ കൂലിക്കാരിൽ ഒരുവനായിട്ടിരുന്നാൽ മതിയെന്ന. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഹല്ലേലൂയ. എന്നാൽ അപ്പൻ എന്താണ് ചെയ്തത്? അപ്പന്റെ മകനാക്കി, അപ്പന്റെ അവകാശമുള്ള മകനാക്കി അപ്പൻ തീർത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവജനമേ, നമുക്ക് വേണ്ടി ഒരപ്പൻ സ്വർഗത്തിലുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന ഒരപ്പൻ സ്വർഗത്തിലുണ്ട്. ആ അപ്പന്റെ മുഖത്തേക്ക് നോക്കി, അപ്പാ, ഹല്ലേലൂയ, അപ്പാ, അപ്പൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തു പോയ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണം അപ്പ. അപ്പന്റെ മകനാക്കി, അപ്പന്റെ മകളാക്കി എന്നെ തീർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൂടെ സ്നേഹിത? അപ്പൻ നല്ല അപ്പനാ, സ്നേഹിക്കുന്ന അപ്പനാ, നമ്മെ വിടുവിക്കുന്ന അപ്പനാ. നമ്മുടെ കഷ്ടങ്ങളിൽ, കഷ്ട നേരങ്ങളിൽ നമ്മളോട് കൂടെ ഇരിക്കുന്ന ഒരു അപ്പനാ നമ്മുടെ അപ്പൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമതായി നാം ചിന്തിച്ചതാ, ഒരു സ്നേഹിതന് 3 അപ്പം വേണമായിരുന്നു. ആ 3 അപ്പം ചോദിക്കുവാൻ ഹല്ലേലൂയ മറ്റൊരു സ്നേഹിതന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ഉണ്ടായ അവസ്ഥയാ. പ്രൈസ് ദി ലോർഡ്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തു പോകുന്നു. ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവദാസിമാരെ എത്ര പേർ മാനിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഉദാസീനതരായി വിചാരിക്കരുതേ ദൈവജനമേ. പ്രൈസ് ദി ലോർഡ്. എന്റെ ഈ ചെറിയവരിൽ നിങ്ങൾ ചെയ്യുന്നത് ദൈവത്തിന് ചെയ്യുന്നതാ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങൾക്ക് ഇരട്ടി നന്മകളെ തരും. മറന്നു പോകരുത്. ഹല്ലേലൂയ. എത്ര പേർ ദൈവദാസന്മാരെ മാനിക്കുന്നു, എത്ര പേർ ദൈവദാസിമാരെ മാനിക്കുന്നു. അവർ കടന്നു വന്ന ഹല്ലേലൂയ പുച്ഛത്തോടെ കാണുന്നവർ എത്രയോ പേരുണ്ട്, എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവദാസൻ കയറി വന്ന ഗേറ്റ് അടയ്ക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവജനമേ, ഇത് വളരെ വേദന നിറഞ്ഞൊരവസ്ഥയാ. അങ്ങനെ ചെയ്യരുത്. ഇവിടെ ആ സ്നേഹിതൻ കഥ കടച്ചു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പൈതങ്ങളോട് കൂടി ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉറങ്ങാൻ കിടന്നതിനെ ശല്യപ്പെടുത്തരെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ആവരുത് ഒരു ദൈവ പൈതൽ. ഹല്ലേലൂയ. പിന്നെയും അവന്റെ ഹൃദയത്തിന്റെ അടിത്തളത്തിൽ അവൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എന്റെ സ്നേഹിതന് എന്നെ വിട്ട് വേറെ ആരാ ഉള്ളത്? പ്രൈസ് ദി ലോർഡ്. ഒരു നുറുങ്ങിയ ഹൃദയം അവനുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ എഴുന്നേറ്റ് വന്നു. അവൻ ചോദിച്ചത്, മറ്റേ സ്നേഹിതൻ ചോദിച്ചത് 3 അപ്പമാ. പക്ഷേ അവന് കൊടുത്തതോ ഒരു വേണ്ടുന്നിടത്തോളം ലഭിച്ചോ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി വഴി നടത്തുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ദൈവജനമേ, ഹല്ലേലൂയ. മൂന്നാമതായി നാം ചിന്തിച്ചത്, ഹല്ലേലൂയ, മുടന്തനായ മനുഷ്യന് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അവന്റെ മുടന്ത മാറി, അവന്റെ കാലുകളൊക്കെ ഉറച്ചു. ഹല്ലേലൂയ. ദൈവജനമേ, അവനൊന്ന് നീന്തി നോക്കി, നടന്നു നോക്കി, ഓടി നോക്കി, തുള്ളി നോക്കി. പ്രൈസ് ദി ലോർഡ്. അവസാനം അവൻ ആ അത്ഭുതം ലഭിച്ചപ്പോൾ അവൻ എന്താണ് ചെയ്തത്? അവൻ ആലയത്തിലേക്ക് കടന്നുപോയി.
പ്രൈസ് ദി ലോർഡ്. ആലയത്തിലേക്ക് കടന്നുപോയി തന്നെത്താൻ താൻ സാക്ഷീകരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. ദൈവജനമേ, ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ഹല്ലേലൂയ മഹനീയമായ ഈ വാർത്തകൾ, ഈ വചനം കേട്ട നിങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് നല്ല തീരുമാനമെടുക്കുവാൻ കഴിയുമോ? ഉറച്ച ഒരു തീരുമാനമെടുക്കുവാൻ കഴിയുമോ? എന്റെ കർത്താവ്, പ്രൈസ് ദി ലോർഡ്, എന്റെ കർത്താവ് എനിക്ക് മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനും വാക്ക് മാറാത്ത ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് എന്റെ ദൈവം ഹല്ലേലൂയ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി എന്നെ വഴി നടത്തുന്ന ഒരു ദൈവമാണെന്ന് ഹല്ലേലൂയ വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, അപ്പാ, അങ്ങയുടെ വചനത്തിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. ഇത്രയും സമയം അങ്ങയുടെ വചനത്തിന് ആഴത്തിൽ ഇറങ്ങുവാൻ കർത്താവിനെ ബലപ്പെടുത്തിനായി സ്തോത്രം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങൾക്ക് കർത്താവ് വഴികളെ തുറക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനത്തിലൂടെ തന്നെ കർത്താവെ ഞങ്ങൾക്ക് അടിയനെ പ്രസ്താവിക്കുവാൻ കർത്താവ് സഹായിച്ചതിനായി സ്തോത്രം. ഇത്രയും സമയം വചനം കേട്ടവർക്കായി സ്തോത്രം. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വചനം കേൾക്കുവാനുള്ളവരെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. അവിടുത്തെ തങ്കച്ചോറിയാൽ എല്ലാവരും കഴുകി അപ്പച്ചൻ മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ നന്മകളാൽ നിറയ്ക്കണം കർത്താവെ. വരവിനായി ഒരുക്കിക്കട്ടെ. സകലത് ഞങ്ങൾക്കായി ജീവന് വെടിഞ്ഞാലും രക്ഷകന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ പ്രിയം വെച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്നത്തെ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തേശുവിലും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമായി മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വചനം കേട്ട് നിങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു പടി കൂടെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്ത കർത്താവേ, പ്രൈസ് ദി ലോർഡ്, ഈ വചനത്തിന് മുൻപിൽ എന്നെ താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു എന്ന് നിങ്ങളൊന്ന് സമർപ്പിക്കുക ദൈവമക്കളെ. കർത്താവ് നിശ്ചയമായും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഒരു വലിയ വിടുതലയ്ക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഹല്ലേലൂയ വ്യാകുലപ്പെടുന്ന ഒരു വ്യക്തിയായെങ്കിൽ, പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, ഇവിടെ സ്ക്രീനിൽ വരുന്ന ഈ നമ്പറിൽ എടുത്തുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾക്ക് ഒരു ഹല്ലേലൂയ 24 hours പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഗ്രൂപ്പുണ്ട്. ഹല്ലേലൂയ പ്രാർത്ഥന ഗ്രൂപ്പിൽ നിങ്ങളുടെ വിഷയങ്ങളെ ഞങ്ങൾ ഹല്ലേലൂയ പറഞ്ഞ് ദൈവദാസി ദാസന്മാർ എനി ടൈം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണത്. ഹല്ലേലൂയ. ഇന്ത്യക്ക് പുറത്തുനിന്നും അകത്തുനിന്നും ഒക്കെ അനേക സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നു. ദിനംതോറും ദൈവമക്കൾ, ദൈവദാസി ദാസന്മാർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും വിഷയമുള്ള ഒരു വ്യക്തി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അധൈര്യപ്പെടേണ്ട. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി വഴി നടത്തുന്ന ഒരു ദൈവമാണ് നമ്മെ വഴി നടത്തുന്നത്. ഹല്ലേലൂയ. ആ ദൈവത്തിന് മുമ്പിൽ നമ്മളെ സമർപ്പിച്ചു കൊടുക്കുമോ? ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ.